ആ ഒന്നുമില്ല. ഓ ശരി ശരി ശരി. ഓ ഓ ഓ ഓ. നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ ഇവൻ ഒറ്റയ്ക്ക് അയക്കരുതെന്ന്. തീ കണ്ടോ, കുറെ പേര് അവന്റെ കാശൊക്കെ തട്ടിയെടുക്കാൻ നോക്കി. ഗുരുവായൂരപ്പൻ എൻ്റെ മോനെ രക്ഷിച്ചത്. നാളെ തന്നെ ഗുരുവായൂർ പോണം. കദളിപ്പഴം കൊണ്ടൊരു തുലാഭാരം ഞാൻ നേർന്നിട്ടുണ്ട്. ഓ പാസ്ബുക്ക് ബാങ്കിൽ പോയി ഞാൻ ക്യാഷ് അടച്ചിട്ടുണ്ട്. നിന്നെ നീ ഈ ഫൈറ്റൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല, പക്ഷേ വേണ്ടി വന്നാൽ ഒരു കൈ നോക്കുമല്ലേ? അതെ അതെ. ഓ നിക്കടാ, ഞങ്ങളും ഉണ്ട്. എവിടേക്കാ? ഗുരുവായൂർക്ക്. ഇവന് തുലാഭാരം നടത്തണ്ടേ? ഞങ്ങളെ നീ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടാ ഈ വണ്ടി കേടായിരിക്കുക. ഇന്നലെ വரைக்கும் ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇതിന്റെ എഞ്ചിനിൽ തീ കയറിയിരിക്കുക. തീ. വേണ്ട, ഞങ്ങള് നടന്നോളാം. നീ വാടാ. കാറുണ്ടാവുന്നതിന് മുമ്പ് ഞാൻ ഗുരുവായൂർ പോയിട്ടുണ്ട്. കൈ തീരെ പൊക്കാൻ പറ്റുന്നില്ല. തിരിച്ചു വന്നിട്ട് അമ്മാമ്മ കുഴമ്പിട്ട് ഒന്നുകൂടെ ചൂട് പിടിച്ചു തരാം. അപ്പൊ തോളില് വേദനയൊക്കെ അങ്ങ് മാറും. സേതു, സംശയമൊന്നുമില്ല കേട്ടോ, ഇതവന്റെ മകൻ തന്നെ. കണ്ടില്ലേ അജയന്റെ ആ ചെരിവ്? അതേപോലെ ആ ചെക്കന് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ്, ഞാനതിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പാകല്ലേ? ദാ അതും കൂടി ഇട്. ദാ പപ്പടം. ഹായ്, നോക്കട്ടെ. നന്നായിട്ടുണ്ടല്ലോ. അമ്മായി എത്ര കൊല്ലായിട്ട് ഗുരുവായൂർ പോകുന്നതാ? ഇതുവരെ എനിക്ക് ഇതുപോലെ എന്തെങ്കിലും വാങ്ങിത്തരാൻ തോന്നിയോ? ഷോ, ഞാനും അത് ഓർത്ത് കേട്ടോ. ദേ ചേച്ചിക്ക് പൊട്ട് പല സൈസിലുള്ളതാ. പിന്നെ ദേ ഒരു കുഞ്ഞു ഗുരുവായൂരപ്പനും. എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. എനിക്കും. നിനക്കെന്തിനാ സങ്കടം? അത് എൻ്റെ അമ്മയ്ക്ക് കുറെ കുപ്പിവളകളുണ്ടായിരുന്നു. അമ്മ ചിലപ്പോ വലിയ പൊട്ട് തൊടുമായിരുന്നു. നാളെ ഞാൻ കുപ്പിയോളയൊക്കെ ഇട്ട് വലിയൊരു പൊട്ടും തൊട്ടും നിന്റെ മുമ്പിൽ ഒന്ന് നിക്കട്ടെ. ഏയ് അതൊന്നും വേണ്ട. ആ അജയന, നേരം കുറയായി, ഞാൻ പോട്ടെ. നിക്കേ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, കാർത്തിക് ഉണ്ടല്ലോ. വാ. റോസ്മോളുടെ ഭാഗ്യം തന്നെ കേട്ടോ. തൊട്ടയൽവക്കത്ത് ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. നോക്കടി, സ്റ്റൈല് നോക്കടി. നന്നായിട്ടുണ്ട്. മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. എന്ത് സ്മാർട്ടാ അല്ലേ? ഒന്ന് പതുക്കെ ചിരിക്കടി, ആ പയ്യന്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. തമിഴ് സിനിമയിലെ ധനുഷിനെ പോലെ ഉണ്ടല്ലേ? ശരിയാ. വാ, നീ ഇത് എവിടായിരുന്നു? വാ. വെറുതെ അല്ല, നീ ഇപ്പൊ സ്കൂളിൽ വരാൻ വൈകുന്നേ. ഓരോ ചരട്ട് ഇത് ഓരോന്ന് കിട്ടോ. ഒരു മിനിറ്റ് മാഷേ, വേഗം ഒന്ന് റെഡിയാവ്. ലില്ലിയും വാ, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോണം. എന്താ? പരിഭ്രമിക്കാനൊന്നുമില്ല. കുട്ടികളെയും കയറ്റി പോയ സ്കൂൾ ബസ് ആ തമ്പുരാൻ വളവിലൊന്ന് മറിഞ്ഞു. അതില് ഇവിടത്തെ കുട്ടികളും ഉണ്ട്. എന്റെ മക്കള് പേടിക്കാനൊന്നുമില്ലെന്നേ, ആശുപത്രി എത്തിച്ചിട്ടുണ്ട്. അതെ. മോളെ ഓ, വണ്ടി എടുക്ക്. എങ്ങോട്ടാ വണ്ടി എടുക്ക. എവിടേക്കാ പോണ്ടത്? സിറ്റി ആശുപത്രിയിലേക്ക് വിട്. പരിക്കേറ്റവരെ സിറ്റി ഹോസ്പിറ്റലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 5 പേരുടെ നില വളരെ ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
ദൈവം കാത്തു മത്തായി. രണ്ടാൾക്കും കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. കഴിക്കടാ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്താടാ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കണേ? അല്ല, അമ്മായപ്പൻ്റെ മരുമോൻ്റെ ആ യോജിപ്പേ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം വരുന്നു. എന്താ സ്നേഹം, എന്താ ഒരുമ. 5-8 കൊല്ലം ശത്രുക്കളായി കഴിഞ്ഞവരാണെന്ന് ആരെങ്കിലും പറയോ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് കേട്ടിട്ടില്ലേ? ഉവ്വ 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 ഉവ്വ. എന്താ അത്? ബീഫാ. ആ. ബാലേട്ടൻ അധികം കഴിക്കണ്ട കേട്ടോ, കൊളസ്ട്രോൾ ഇപ്പൊ തന്നെ കൂടുതലാ. ഓ, കണ്ട, ഞങ്ങളൊക്കെ കൊളസ്ട്രോൾ വന്ന് ചത്താലും കുഴപ്പമില്ലെന്നാ. നിന്റെ ഭാര്യ ആണ്ടാ യഥാർത്ഥ ഭാര്യ. വേറൊന്നുമില്ലേ? ഉണ്ണാറായെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഒക്കെ റെഡിയായി. അതേനിന്ന് ഇവിടുന്ന് കഴിക്കാം. എനിക്കുള്ളതൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, ആ, ആഘോഷം ആദ്യം വേണ്ട കേട്ടോ, കള്ളൊക്കെ ആവശ്യത്തിന് കുടിച്ചാ മതി. ഇന്ന് കുറെ ആയി. ഇന്ന് ഇത്തിരി അധികം ആവാം. എന്നാ ഞാനും ഇറങ്ങുവാ. എനിക്ക് 2 തെങ്ങ് കൂടി ചെത്താനുണ്ട്. ഇങ്ങ് ഇങ്ങ്. വേണ്ട വേണ്ട വേണ്ട, ഇന്നത്തെ കള്ളിന്റെ കാശ് വേണ്ട. പക്ഷെ ചെലവ് നീ വേറെ ചെയ്യണം, അല്ലേ അജയ? പിന്നെ 2 കഷ്ണം എടുത്തോണ്ട് കഴിച്ച്. ഇത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ നിനക്ക് നിന്റേതായ ഒരു കുടുംബം വേണം, മക്കൾ വേണം. വാരമാഷ മോനാ ഇവൻ. പക്ഷേ ഇവന്റെ കുട്ടികളെ പ്രസവിച്ചത് എൻ്റെ മോളാ. അവർക്കൊരു പോറൽ പറ്റിയ ചോര പൊടിയുന്നത് എൻ്റെ നെഞ്ചിലാ. അതാ രക്തബന്ധം. ആ ബന്ധത്തെ പറ്റി ഇപ്പൊ നന്നായിട്ട് അറിയാം. 10-16 കൊല്ലം കുപ്പിയിൽ മൂടി വെച്ച് പോകുന്ന ഇപ്പോഴല്ലേ പുറത്തു വന്ന്. എടാ, ചേരേണ്ടത് എന്നായാലും ചേരും. ബാല, നമുക്ക് ആ വിഷയത്തെ പറ്റി സംസാരിക്കണ്ട. സംസാരിച്ച എനിക്ക് മറുപടിയില്ല, അതല്ലേ സത്യം. സത്യം എന്തായാലും പുറത്തു വരും, ഇന്നല്ലെങ്കിൽ നാളെ. കാത്തിരുന്നോ. എടാ, അവൻ നിന്നെ ചീറ്റ് ചെയ്യാണെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇവിടെ നിയമമില്ലേ, ശാസ്ത്രമില്ലേ? എന്ത് ശാസ്ത്രം? DNA ടെസ്റ്റ് ചെയ്ത് നോക്കണം. DNA ടെസ്റ്റ് കേട്ടിട്ടില്ലേ? രക്തബന്ധം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം. ഞാനിത് അന്നേ പറയാനിരുന്ന, പിന്നെ നിന്റെ അന്നത്തെ ഉരുളലും പരിഭവമൊക്കെ കണ്ടപ്പോൾ തോന്നി ചിലപ്പോൾ അച്ചക്കൻ പറയണത് നേരാണെങ്കിലോ. ഞാനിപ്പോഴും കാര്യമായിട്ട് പറയാ, നിന്റെ അല്ലെന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. എടാ, നീ നല്ലൊരു ഫ്രണ്ട് അല്ല, ആണെങ്കിൽ ഇങ്ങനെ സംശയിക്കില്ല. ശരി, ഞാൻ സംശയിക്കുന്നില്ല. വാ, നടക്ക്. അവൻ്റെ ഒരു ഐഡന്റിറ്റി കാർഡ് വേണം. പിന്നെ DNA ടെസ്റ്റിന് വിരോധമില്ല എന്നൊരു സമ്മതപത്രവും. അതേതെങ്കിലും അഡ്വക്കേറ്റിനെ കണ്ട് അവർ എഴുതരും. അവനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചാൽ മതി. ഇതൊക്കെ ഞങ്ങളുടെ പോലീസ് രീതി കേട്ടോ. നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അടയ്ക്കാനുള്ള ഒരു ഏർപ്പാട്. അത് വേണം. എല്ലാ പഴുതുകളും അടച്ച് എല്ലാവരുടെ മുമ്പിൽ എനിക്ക് തെളിയിക്കണം അങ്ങനെ ഒരു തെറ്റ് എനിക്ക് പറ്റിയിട്ടില്ലെന്ന്.